ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ നമ്മൾ പേയ്മെൻറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ ആപ്പുകളാണ്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം പോലത്തെ ആപ്പുകളാണ്. എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഒരു 80% നമ്മൾ ക്യാഷ്ലെസ് ആയിട്ടാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. പക്ഷേ ഇത്ര ആപ്പുകളൊന്നും നമുക്ക് പ്രവാസികളായ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടത്തേതായ STC പേ, UR പേ പോലത്തെ ആപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് നാട്ടിലെ പല കാര്യങ്ങൾക്കായിട്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല്, നാട്ടിലെ ഇലക്ട്രിസിറ്റി ബില്ല്, അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി ബില്ല്, അത്തരം എന്തെങ്കിലും ബില്ലുകൾ, അല്ലെങ്കിൽ നാട്ടിലുള്ളവരുടെ മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കാനൊക്കെ ഇത്തരം ആപ്പുകൾ, ഗൂഗിൾ പേ, ഫോൺ പേ, ഇത്തരം ആപ്പുകളൊക്കെ നമ്മുടെ മൊബൈലിലുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിരിക്കും. നാട്ടിലിപ്പോൾ ഇത്തരം ഒരു ഗൂഗിൾ പേ പരിചയപ്പെടുത്തുന്ന വീഡിയോയുടെ ആവശ്യമില്ല. എന്നാൽ ചില പ്രവാസികളെങ്കിലും ഇത് യൂസ് ചെയ്യാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. അറിയാവുന്നവർ സ്കിപ്പ് ചെയ്യുക, അറിയാത്തവർ വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ നമുക്ക് ഇവിടെ അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നാട്ടിൽ പോകുന്നൊരു സമയത്ത് നമ്മുടെ മൊബൈലിൽ അത് ആക്റ്റീവ് ചെയ്തിട്ട് വരണം. അതുപോലെ തന്നെ നാട്ടിലെ സിം, കാരണം നാട്ടിലെ സിമ്മിൽ ഇത് നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടുത്തെ ഒരു അക്കൗണ്ട് വെച്ചിട്ട്, ഒരു മൊബൈൽ നമ്പർ വെച്ചിട്ട് നമുക്ക് ആക്റ്റീവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഇത്തരം ആപ്പുകൾ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആക്ടിവേറ്റ് ചെയ്ത് വന്നാൽ, ആ സിം നിങ്ങൾ മൊബൈലിൽ നിന്ന് റിമൂവ് ചെയ്യാതെ അവിടെ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം പേയ്മെൻറ്റുകൾക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ സാധിക്കും. ഞാൻ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ എൻ്റെ മൊബൈലിൽ ആ നാട്ടിലത്തെ സിമ്മ് റിമൂവ് ചെയ്യാതെ വെക്കും. ഇവിടെ റോമിങ്ങിലായിരിക്കും എപ്പോഴും ആ സിമ്മ്. അതുകൊണ്ട് തന്നെ അത്തരം ചെറിയ ബില്ലുകൾ പേയ്മെൻറ്റിന്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്യാഷ് ട്രാൻസാക്ഷനൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്തരം ആപ്പുകൾ, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഇത്തരം ആപ്പുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. നാട്ടിൽ ആക്റ്റീവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ SB അക്കൗണ്ട് വെച്ചിട്ടാണ് ഇത് ആക്റ്റീവ് ചെയ്യുക. കാരണം നമ്മുടെ SB അക്കൗണ്ട് ആയിരിക്കും നാട്ടിലെ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളത്. എന്നാൽ നമുക്ക് NRI അക്കൗണ്ടും വേണമെങ്കിൽ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുക. പക്ഷേ അതിന് NRI അക്കൗണ്ടിൽ നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ നാട്ടിലുള്ള നമ്പറാണെങ്കിൽ അത്ര അക്കൗണ്ടുകൾ നമുക്ക് ഈ ഒരു വാലറ്റുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ അത് വാലറ്റുമായിട്ട് ലിങ്ക് ചെയ്യുന്ന വീഡിയോസൊക്കെ നിരവധി നിങ്ങൾക്ക് സെർച്ച് ചെയ്താലും യൂട്യൂബിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യണം എന്നുള്ളവർ ഇത്തരത്തിൽ നാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആക്റ്റീവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനിയും ഇതൊന്നും ആക്റ്റീവ് ചെയ്യാത്ത പ്രവാസി സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആക്റ്റീവ് ചെയ്യുക. കാരണം വരുന്ന നാളുകളിലൊക്കെ തന്നെ ക്യാഷ്ലെസ് ആയിട്ട് മാറും. എന്തായാലും ഇത്തരം ആപ്പുകൾ മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ കണ്ടിന്യൂറ്റി ആയിട്ട് ഞാൻ ഒരു 1-2 ബില്ല് പേയ്മെൻറ്റ് ചെയ്യുന്ന ചെറിയ ഓപ്ഷൻസ് ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ എല്ലാ പേയ്മെൻറ്റും നമുക്ക് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു മൊബൈലിൽ ഗൂഗിൾ പേ, അതുപോലെ തന്നെ ഫോൺ പേ, പേടിഎം പോലത്തെ എല്ലാ ആപ്പുകളും ആക്റ്റീവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഗൂഗിൾ പേ ഒന്ന് നോക്കാം. നിങ്ങൾ ഗൂഗിൾ പേ ആക്റ്റീവ് ചെയ്ത് വന്ന് വരണമെങ്കിൽ ഗൂഗിൾ പേൻ്റെ ഇൻ്റർഫേസ് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്ത ആ ഒരു ആളുകളൊക്കെ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളും താഴെ ഉണ്ടാവും. നമ്മൾ നിലവിൽ അടച്ച ബില്ലുകളാണെങ്കിൽ അത് ഫുള്ളായിട്ട് കിടക്കുന്നുണ്ടാവും. താഴെ വന്നാൽ ട്രാൻസാക്ഷൻസ്, നമ്മൾ ചെയ്ത ട്രാൻസാക്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. വിയോ അക്കൗണ്ട് ബാലൻസ് കൊടുത്താലും നമ്മൾ ഈ ബാങ്ക് ലിങ്ക് ചെയ്ത ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് ഇവിടുന്ന് നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് യൂസ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. വളരെ സിമ്പിളാണ് ഇൻ്റർഫേസ്. അതേപോലെ തന്നെ ഇപ്പോൾ നാട്ടിൽ നമ്മൾ പേയ്മെൻറ്റ് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് ഈ ഒരു സ്കാൻ QR കോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആവും. നേരെ നമ്മുടെ ഷോപ്പിൽ കാണുന്ന QR കോഡ്, ഏതൊരു QR കോഡ്, ഗൂഗിൾ പേൻ്റെ ഒന്നും ആവണമെന്നില്ല, ഏതൊരു ഡിജിറ്റൽ QR കോഡ് ഏറ്റവും നിങ്ങൾ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കിയാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ മാത്രം ഒന്ന് പറഞ്ഞാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ബിൽ പേയ്മെൻറ്റിനാണെങ്കിൽ നിങ്ങൾ ന്യൂ പേയ്മെൻറ്റ് എന്നുള്ള പോവുക. അതുപോലെ ബിൽ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതിൽ കാണുന്നത് മൊബൈൽ റീചാർജ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണ് മൊബൈൽ റീചാർജ് ചെയ്ത് കൊടുക്കുക. അവിടെ ബിൽ പേയ്മെൻ്റ് ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വരിക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് പേയ്മെൻ്റ് ആണോ അടക്കേണ്ടത്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ നിങ്ങളിങ്ങനെ KSEB എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിലവിൽ എൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണും. നിങ്ങളത് ആദ്യമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒന്നും കാണില്ല. അവിടെ ആഡ് അക്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷനായിരിക്കും കാണുക. അപ്പോൾ അവിടെ നിങ്ങൾ വന്നിട്ട് ലിങ്ക് അക്കൗണ്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കൺസ്യൂമർ നമ്പറും അക്കൗണ്ട് ലിങ്ക് ചെയ്ത് വെക്കുക ഒരു പ്രാവശ്യം. പിന്നീട് ഇതുപോലെ നിങ്ങളുടെ കറണ്ട് ബില്ല് വന്നാൽ നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് തന്നെ ജസ്റ്റ് ആ എമൗണ്ട് ഒന്ന് പെയ്ഡ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വാട്ടർ അതോറിറ്റി ബില്ലാണെങ്കിൽ വാട്ടർ അതോറിറ്റി ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ KW ബില്ല് അത് സെർച്ച് ചെയ്യുക. എന്നിട്ടും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ അക്കൗണ്ട് ഒന്ന് ലിങ്ക് ചെയ്യുക. തുടർന്ന് നിങ്ങളെല്ലാ ബില്ലും ഓട്ടോമാറ്റിക് ഇവിടെ ബില്ല് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ സാധിക്കും. വളരെ സിമ്പിളാണ്. ഇതൊന്നും ആരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്താൽ തന്നെ മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ.
അപ്പോൾ ഇതുപോലെ തന്നെയാണ് മറ്റുള്ള ആപ്പുകളൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഗൂഗിൾ പേ ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗൂഗിൾ പേ ഒന്ന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇനി ഫോൺ പേ, പേടിഎം പോലത്തെ ആപ്പുകൾ അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരം വീഡിയോസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പേടിഎം, ഫോൺ പേ എല്ലാം ആക്റ്റീവ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. എല്ലാത്തിലും ഒരു രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ പേ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഗൂഗിൾ പേൻ്റെ ഈ ഒരു പാർട്ട് കാണിച്ചത്. ഓക്കെ. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും ഒന്ന് ആക്റ്റീവ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോ അത്തരത്തിലും ഹെൽപ്ഫുള്ളായ വീഡിയോകൾ തുടർന്ന് നിങ്ങളിലേക്ക് എത്താൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നല്ല നല്ല അറിവുകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് സൈനിങ് ഓഫ്.